ഗായ്സ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഇപ്പോഴും പറയാം, ഈ വീഡിയോ എടുത്തിട്ട് ഏകദേശം ഒരാഴ്ചയും കണ്ടോ കഴിഞ്ഞ ശേഷമാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കുന്നത്. അതുപോലെ എഡിറ്റ് ചെയ്ത വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോലും എനിക്കൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. എനിക്ക് ഡിസംബർ വിൻ്റർ ആയതുകൊണ്ടാണ് അത്യാവശ്യം നല്ല മൂഡ് സ്വിങ്സും കാര്യങ്ങളിലൊക്കെയാണ്. അപ്പം നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടി പോവാണ് അപ്പനും കൊണ്ട് കൂടെ. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ബെർലിനിൽ പോയപ്പോൾ എടുത്ത ജാക്കറ്റുകൾ ഒരെണ്ണമാണ് കേട്ടോ ഇത്. അപ്പം ജസ്റ്റ് ഒന്ന് ഔട്ട്ഫിറ്റ് ചെക്ക് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. സോ അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ വെളിയിലൊക്കെ ഇറങ്ങുന്നത് കേട്ടോ. അങ്ങനെയല്ല, ഇറങ്ങാറുണ്ട്, പക്ഷേ കുറച്ചൊന്ന് നടക്കാനൊക്കെ ആയിട്ട് ഇറങ്ങുന്ന കുറച്ച് ആയി. നമുക്ക് പോയി ഒന്ന് റൗണ്ടൊക്കെ അടിച്ചിട്ട് വരാം. ഓക്കെ, ഈ ഡിസംബർ കാലത്ത് എല്ലാവർക്കും ഉള്ള പോലെ എനിക്കുള്ളൊരു ഇഷ്യൂ ആണ് ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ മൂഡ് സ്വിങ്സിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാൻ തന്നെയാണ് വീട്ടിലുള്ളതെന്നുണ്ടെങ്കിൽ, കാരണം നമുക്ക് ഡേ ടൈം കുറവല്ലേ, അതുകൊണ്ട്. അപ്പം ഞാൻ തന്നെ വീട്ടിലുള്ള ദിവസം ഞാൻ വീട്ടിലടെ ഇരിക്കത്തേ ഉള്ളൂ, ജോലി കഴിഞ്ഞ് വന്ന ബെഡിൽ കിടക്കത്തുള്ളൂ, സിനിമ കണ്ടുകൊണ്ടിരിക്കത്തുള്ളൂ. എനിക്കൊരു പ്രൊഡക്റ്റീവ് ആവാൻ പറ്റില്ല. അപ്പം അപ്പനും ഉള്ളതുകൊണ്ട് ജസ്റ്റ് നമ്മളൊരു വാക്കിന് ജസ്റ്റ് ഒന്ന് മനസ്സ് ശാന്തമാക്കാൻ പോകുന്നേ ഉള്ളൂ. How are you? എങ്ങനെയുണ്ടായിരുന്നു എന്റെ നാടൻ ബീഫ് കറി തേങ്ങാച്ചോറും ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഇന്ന് കാര്യം പറഞ്ഞാൽ വലിയ തണുപ്പില്ല, പക്ഷേ ഓക്കെ എന്നുള്ളൊരു ക്ലൈമറ്റ് ആണ്. എങ്കിലും ഫോർ ഈ പ്രൊട്ടക്ഷൻ നമ്മൾ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം കൈ ഇവിടെ അത്യാവശ്യം തണുക്കുന്ന ഒരു സംഭവമാണ്. അതുപോലെ മൂക്കും, കാറ്റടിക്കുമ്പോൾ മൂക്കിനൊക്കെ ഒരു പ്രത്യേക സുഖം തണുത്തിട്ട്. ഈ ഒരു സാധനം എനിക്ക് നിങ്ങളെ കാണിക്കണം തോന്നിയിട്ട് ഞാൻ എടുത്തതാണ്. കാരണം ഞാൻ പറയാം, ഞാൻ നാട്ടിലായിരുന്ന ടൈമിൽ നമ്മുടെ നാട്ടിൽ ക്രിസ്മസിനൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് സ്റ്റാറുകളാണ്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ സ്റ്റാറുകൾ തൂക്കിയിട്ടേക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഞാൻ സ്റ്റാറുകൾ അങ്ങനെ കണ്ടിട്ടില്ല. വീടിൻ്റെ ഫ്രണ്ടിലൊന്നും തൂക്കിയിട്ടിരിക്കുന്നത് അകത്തും വലിയ കാര്യമായിട്ട് തൂക്കിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. നേരെ മറിച്ച് പല ബോൾസും അല്ലെങ്കിൽ പല ഇങ്ങനത്തെ സാന്റാക്ലൂസും അല്ലെങ്കിൽ അങ്ങനത്തെ പല ഡെക്കേഴ്സാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എനിക്ക് ജർമ്മനി വന്ന ശേഷം ഫസ്റ്റിലു എന്താ പറയുക, അയ്യോ അടിപൊളി അല്ലെങ്കിൽ ഒരു അത്ഭുതമായിട്ട് തോന്നിയ കുറേ കാഴ്ചകളായിരുന്നു കേട്ടോ. നമ്മൾ നാട്ടിൽ കാണാത്ത പോലെ സാധനങ്ങളിവിടെ കണ്ടു എന്നുള്ളത്. പിന്നെ ഞങ്ങൾ നേരെ പോയത് പാർക്കിലാണ് കേട്ടോ. പാർക്കിൽ പോയി ചുമ്മാ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു കാറ്, ഒരു ടാക്സിയാണെന്ന് തോന്നുന്നു, അതെ ഒരു ടാക്സിയാണ്. അപ്പം അവിടെ ചുമ്മാ ഇങ്ങനെ ഓരോ കളികളൊക്കെ കളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കായിരുന്നു. ഒന്നും കേൾക്കാത്ത പിള്ളേരെ പോലെ ഇങ്ങനെ നടക്കായിരുന്നു. പിന്നെ പുതിയൊരു ജാക്കറ്റാണല്ലോ, അതിൽ ചെളി പെട്ടിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ആ ടയറിലൊന്ന് ഇരിക്കാൻ പോയപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് ചിന്തിച്ച് ജാക്കറ്റ് പൊക്കി വെച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. ഓക്കെ, അതുപോലെ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ സ്റ്റാർസിൻ്റെ കേസ്. അപ്പോൾ എനിക്കൊരു കാര്യം പറയാൻ പറഞ്ഞത്, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ, സ്കൂൾ ബസ്സിന് പോകുന്ന ടൈമിൽ നമ്മൾ കടകളിലുള്ള സ്റ്റാർസൊക്കെ എണ്ണുമായിരുന്നു ആ ടൈമിൽ. അതൊക്കെ നമുക്കൊരു ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്കൊരു നൊസ്റ്റു ഫീൽ ചെയ്യുന്ന സംഭവം കേട്ടോ അതൊക്കെ. പാർക്കിൽ കുറച്ച് നേരം ഉലാത്തിയ ശേഷം വീണ്ടും ചുമ്മാ നടക്കാൻ വേണ്ടി ഇറങ്ങിക്കുക. ചുമ്മാ ഇനി ഒന്ന് റൗണ്ട് അടിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിൽ പോകും. വേറെ പണിയൊന്നുമില്ല. കാരണം കൈയൊക്കെ നല്ല തണുത്ത് അയ്യോ ചുവന്നിരിക്കുക. കാരണം ഫോൺ പിടിച്ചിട്ട് അറിയുന്നില്ല, അത്രയും തണുത്തിരിക്കുകയും. അങ്ങനെ ഇത് നമ്മുടെ നെക്സ്റ്റ് ഡേ ആണ്. നമ്മൾ റൈഫിൾ ക്ലബ്ബ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഈ ജാക്കറ്റ് ഉണ്ടല്ലോ, ഈ ജാക്കറ്റ് ഞാൻ അന്ന് ബെർലിനിൽ പോയപ്പോൾ എടുത്ത വേറൊരു ജാക്കറ്റാണ്. അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചില്ലായിരുന്നല്ലോ വ്ളോഗിൽ, അതുകൊണ്ട് ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പം ഞാൻ എന്നെ തന്നെ എൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചൊന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മൂവിയൊക്കെ കണ്ടിട്ട് ഇറങ്ങി. എനിക്ക് ഫീൽ ചെയ്ത അത്യാവശ്യം ഓക്കെ പടം ആണല്ലേ. ഓക്കെ പടമായിരുന്നു. ഓക്കെ എന്നല്ല, അത്യാവശ്യം നല്ല പടമാണ്. കാരണം ലാഗ് അടിച്ചില്ല, ഒട്ടും എനിക്ക് ലാഗ് അടിച്ചില്ല, കണ്ടിരിക്കാൻ പറ്റി. ആൻഡ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാത്ത കുറേ കാര്യങ്ങൾ ഞാൻ ചിലപ്പോൾ നെക്സ്റ്റ് ഇതായിരിക്കും സംഭവിക്കുക എന്നുള്ളൊരു ഇതിൽ പ്രഡിക്ഷനൊക്കെ വരില്ലേ, ആ ഒരു പ്രഡിക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല കേസിൽ. ത്രില്ലായിട്ടിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല പടമായിരുന്നു. ഗുഡ് മോർണിംഗ് ഗായ്സ്. ആൻഡ് ഇത് വേറെ ഏതോ ദിവസമാണ് കേട്ടോ. വേറെ ഏതോ ദിവസം മീൻസ് ഇന്ന് 25-ാം തീയതിയാണ്, ഇന്നും കണ്ടല്ലേ ക്രിസ്മസ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഒരു ഹാപ്പി ക്രിസ്മസ് നേരുന്നു. ആൻഡ് ഇപ്പം ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. കുറേ ദിവസമായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 1 വീക്ക് അടുത്തായി. കാരണം വേറൊന്നുമല്ല, എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ കസിൻ ഇവിടെ ഉണ്ടായിരുന്നു. അതൊരു റീസൺ അല്ല കേട്ടോ, ഞാൻ പറയുകയോ ചെയ്ത്, അവനുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോക്കും വരവൊക്കെ ആയിരുന്നു സാറ്റർഡേ സൺഡേ. അതിൻ്റെയൊക്കെ വ്ലോഗ് കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ ഒരു റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ക്ലാസ് ഭയങ്കര
പ്രഷറാണ്. ക്ലാസ്സിൽ ഒത്തിരി പഠിക്കാനുണ്ട്, സമയം കുറവായി തുടങ്ങിയിട്ടുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നു തുടങ്ങി. ഇപ്പോൾ ഡെയിലി ക്ലാസ് 2:45 വരെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ 4 മണിയാവും. പിന്നെ ഇവിടെ വന്നിട്ട് ഫുഡ് ഉണ്ടാക്കണം. അങ്ങനെ ഒരു ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് എനിക്ക് വീഡിയോ എടുക്കാനുള്ള സമയമോ ഒന്നും കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ ഒരു താല്പര്യവും അങ്ങ് പയ്യെ പയ്യെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ വീഡിയോ എടുക്കണമെന്നുണ്ട്, പക്ഷെ എടുക്കാൻ എന്തോ പറ്റുന്നില്ല. ആ ഒരു സിറ്റുവേഷനിലായിരുന്നു. ഇപ്പം ഞാൻ അത് ജോലിക്ക് പോകാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ കറണ്ട് അപ്ഡേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പം കറൻ്റ്ലി ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ആംബുലാൻസ് ഫ്ലീഗയിലാണ്. ഇന്ന് എൻ്റെ 3ാമത്തെ ദിവസമാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ ഷൂട്ട് ചെയ്തില്ല, സെക്കൻഡ് ഡേ ഞാൻ ഷൂട്ട് ചെയ്തില്ല. അതിനൊക്കെ റീസൺ ഉണ്ട്, ഞാൻ ഇപ്പോൾ തന്നെ പറയാം. അപ്പോൾ ആംബുലാൻസ് ഫ്ലീഗ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ കാറിലൊക്കെ പോയിട്ട് ഓരോ വീടുകളിൽ പോയിട്ട് പേഷ്യൻസിനെ ശുശ്രൂഷിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നു. അതാണ് ആംബുലാൻസ് ഫ്ലീഗ. ഇപ്പോൾ ഫ്ലീഗ ഹൈം അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോംസ് എന്ന് പറയുമ്പോൾ അവിടെ ആൾക്കാർ സ്റ്റേ ആണ്. അവിടെ ആൾക്കാർ വന്ന് നിൽക്കുകയാണ്. അവരെ നമ്മൾ അവിടെ നിന്നാണ് ശുശ്രൂഷിക്കുന്നത്, അല്ലെങ്കിൽ കെയർ ചെയ്യുന്നത്. ഈ ആംബുലാൻസ് ഫ്ലീഗ എന്ന് പറയുമ്പോൾ ഇവരുടെ സ്വന്തം വീട്ടിൽ പോയിട്ട് നമ്മൾ ഇങ്ങനെ വയ്യാണ്ട് കിടക്കുന്ന ആൾക്കാർ നമ്മൾ നോക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡേയിൽ ഞാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കരഞ്ഞാണ് ഞാൻ ആദ്യത്തെ ദിവസം പോകുന്നത്. കാരണം ഇവിടെ നിന്ന് ഗ്രോണോ വരെ പോകണം. അത്യാവശ്യം ഉണ്ട്, ഒത്തിരി ദൂരമൊന്നും ഇല്ല, സൈക്കിൾ ഓടിച്ച് പോകാവുന്നേ ഉള്ളൂ. പക്ഷേ രാവിലെ അതിപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ഇരുട്ടാണ്. ഞാൻ ചവിട്ടി പോയി എനിക്ക് മാപ്പ് 3-4 തെറ്റ് വഴികൾ കാണിച്ചു തന്നു. ഞാൻ അങ്ങനെ സൈക്കിളിൽ 1 ടൈം വന്നിട്ടുള്ളൂ. അപ്പോൾ രാത്രി ഇരുട്ടോടെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ വേഗം റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയില്ല വഴി. പിന്നെ നന്ദുവിനെ വിളിച്ചു. അവൻ പണ്ട് അങ്ങോട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നല്ലോ എന്ന് ഓർത്തിട്ട് അവനെ വിളിച്ച് അവൻ ഫോണിലൂടെ വഴി പറഞ്ഞു തന്നിട്ടാണ് ഞാൻ അവിടെ എത്തിയത്. എത്തിയപ്പോഴോ എൻ്റെ കാലിൻ്റെ കാഫിനും ലൈക്ക് എൻ്റെ അര മുതൽ താഴത്തേക്ക് ഭയങ്കര വേദന, സൈക്കിൾ ചവിട്ടിയിട്ട് തണുപ്പത്ത് കാറ്റത്തൊക്കെ സൈക്കിൾ ഓടിയിട്ട്. ആ വേദന ഇതുവരെ പോയിട്ടില്ല, കാരണം ഞാൻ ഇന്നലെ സൈക്കിൾ ഓട്ടിയിട്ടായിരുന്നു പോയത്. അപ്പോൾ തിരിച്ചു വന്നിട്ട് എനിക്ക് പറ്റില്ല, കാലൊടിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലേക്ക് കയറി വരുന്നത് അവരെ വിളിച്ചിട്ട്. അപ്പോൾ അതായിരുന്നു സിറ്റുവേഷൻ. ചായ കുടിക്കട്ടെ. ഓക്കെ, അപ്പം എന്നോട് പേഴ്സണലി ചോദിച്ചു ക്രിസ്മസിൻ്റെ ടൈമിൽ ലീവ് വേണോ അതോ ന്യൂ ഇയറിൻ്റെ ടൈമിൽ ലീവ് എടുക്കാണോ എന്ന്. ഞാൻ ആദ്യം ക്രിസ്മസ് എന്ന് പറഞ്ഞെങ്കിലും പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ക്രിസ്മസിന് ലീവ് വേണ്ട, എനിക്ക് ന്യൂ ഇയറിന് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എനിക്ക് ന്യൂ ഇയറിന് ലീവാണ് കേട്ടോ, ക്രിസ്മസിന് ഞാൻ വർക്ക് ചെയ്യണം. ആൻഡ് വേറൊരു കാര്യം കൂടെ പറയാം. വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിടെ ഓൾഡ് ഏജ് ഹോംസിൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രാവിലെ ലൈക്ക് 6 to 2:30 അല്ലെങ്കിൽ 1 മണി വരെ വർക്ക് ചെയ്യണം. ഇവിടുത്തെ വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ 6 മണി മുതൽ ഒരു 9 മണി, ചിലപ്പോൾ 8 മണിയാകുമ്പോൾ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ 10 മണി. അതിൽ കൂടുതൽ കൂടി പോകുന്നില്ല. സോ സുഖമുള്ള പണിയാണ്. കാരണം ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കാറിലിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് റെസ്റ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, നോട്ട് ദ പോയിന്റ്, റെസ്റ്റ് കിട്ടുന്നുണ്ട്. എനിക്ക് പണി ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല അങ്ങനെ. കാരണം ബാക്കിയുള്ള ടൈം ഇവർ എന്താ പറയുക, അവരുടെ സ്വന്തക്കാരും അല്ലെങ്കിൽ ഭാര്യയും അങ്ങനെ ആരെങ്കിലൊക്കെ ആയിരിക്കും അവരെ നോക്കുന്നത്. ആൻഡ് എപ്പോഴും ടീമായിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്. അത് എനിക്ക് ബെറ്ററായിട്ട് തോന്നി. കാരണം ഇവിടെ നമ്മൾ തനിയെ വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്, വർക്ക് ചെയ്യേണ്ടവരും വർക്ക് ചെയ്യണം. പക്ഷേ ഈ ആംബുലാൻസ് ഫ്ലീഗയിൽ എനിക്കിപ്പോൾ ലൈസൻസോ കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ജസ്റ്റ് ഒരു ട്രെയിനി അല്ലെങ്കിൽ ഒരു ഹൗസ് ഓഫ് പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ പോയിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ആരുടെയെങ്കിലും കൂടെയാണ് വർക്കിന് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് വർക്ക് ചെയ്യുമ്പോൾ ലൈക്ക് അവരുടെ കൂടെ വന്നിരിക്കുന്ന ഒരു കൊളീഗുണ്ടല്ലോ, പുള്ളിക്കാരെയും കൂടെ ഹെൽപ്പ് ചെയ്യും. ഇന്നലെ ഒന്നും വലിയ വർക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ഒരു വീട്ടിൽ പോയിട്ട് മരുന്നെടുത്ത് കൊടുക്കാണ്ടായിരുന്നു. ആ വീട്ടിൽ പോയപ്പോഴത്തേക്ക് നേരത്തെ കണ്ട കൊളീഗ് ആ വീട്ടിൻ്റെ അകത്ത് പുള്ളിക്കാരനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ ഓർത്ത് നമ്മൾ തന്നെ ആയിരിക്കും ചെയ്യാന്നുള്ളൂ. അപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇപ്പം ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. വീട് കംപ്ലീറ്റ് കുളമാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ കാണിച്ചിരാത്. അപ്പോൾ ഇപ്പം ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊളീഗ് വരുമെന്ന് ഞാൻ അങ്ങോട്ട് പോകണ്ട, ഭാഗ്യം സൈക്കിളിൽ നിന്ന് ചവിട്ടണ്ട, എൻ്റെ കാല് പിടിഞ്ഞിരിക്കുകയാണ് ഇന്നലെ തന്നെ. അപ്പം കൊളീഗ് വന്ന് ഇന്ന് ഇവിടെ എങ്ങാണ്ട് ആരെയും ശുശ്രൂഷിക്കാനുള്ളത്. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ എൻ്റെ അടുത്ത് വീട്ടിൻ്റെ വെളിയിൽ ഇറങ്ങി നിന്നാൽ മതി. ഇത്ര നേരത്തെ ഒന്നും റെഡി ആവേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ഞാൻ റെഡിയായി നിന്നു. കാരണം ഇൻ കേസ് പുള്ളിക്കാരി താമസിച്ചാലോ അല്ലെങ്കിൽ നേരത്തെ വന്നാലോ എന്ന് ഓർത്തിട്ട്. അപ്പം എന്നെ വിളിക്കാമെന്നാണ് പറഞ്ഞത്. ഇതുവരെ കോൾ വന്നില്ല, ഞാൻ കോളിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം അതിന് മുന്നേ വീഡിയോ എടുക്കാമെന്ന് വെച്ചപ്പോഴത്തേക്ക് ഞാൻ ഇന്നലെ ഞാൻ പുതിയൊരു കലണ്ടർ കൊണ്ട് ഒരു ഡയറി പോലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു പ്ലാനർ, അതിൻ്റെ ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതുക. ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ് കേട്ടോ, ഇതിനകത്തുണ്ടായിരുന്നില്ല, ജസ്റ്റ് പ്ലെയിൻ ആയിരുന്നത്, ഞാൻ ഉണ്ടാക്കിയതാണ്. ആൻഡ് എൻ്റെ ടു ഡു ലിസ്റ്റും കാര്യങ്ങളും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്ത് ചെയ്യാനുള്ളത്. ഐ ഹോപ്പ് ഞാൻ ഞാൻ ഇപ്പോൾ കുറച്ചൊരു അണ്ടറായിട്ട് നിൽക്കുകയാണ്. ലൈക്ക് എൻ്റെ മൂഡ് സ്വിങ്സിൻ്റെ ടൈമാണ് ഇപ്പോൾ. അപ്പോൾ ഇന്നലെ എനിക്ക് നല്ല മൂഡ് സ്വിങ്സ് ആയിരുന്നു.
അതിൻ്റെ കൂടെ ഈ പെയിനോടെ വന്നു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്ക് ഇതുവരെ ഇങ്ങനത്തെ ഒരു കാലിന് വേദന വന്നിട്ടില്ല. ശരിക്കും അതുപോലത്തെ ഒരു വേദന. കാരണം സൈക്കിൾ ഓട്ടിയിട്ട് കുഴപ്പമില്ല, ലൈഫല്ലേ, ഇങ്ങനെയൊക്കെയാണല്ലോ. അപ്പം ഞാൻ ഇന്നൊരു കോഫി കുടിച്ച് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ ഈ വീട്ടിലൊക്കെ ഒന്ന് വിളിക്കട്ടെ. ഇപ്പം തന്നെ 4 മിനിറ്റ് സംതിങ് മെല്ലായി. അപ്പം നമുക്ക് പിന്നെ കാണാം. ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആംബുലാൻഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്ലസ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാട്ടോ, കാറിൽ ചുമ്മാ ഇരുന്ന് പോകാൻ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞങ്ങൾ പോയപ്പോൾ കണ്ട ഒരു സ്നോമാനാണ് ആ കാണുന്ന ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ. അപ്പം ക്രിസ്മസ് ഒക്കെ അല്ലേ, ഡിസംബർ ഒക്കെ അല്ലേ, അതിൻ്റെ ഒരു ഡെക്കറേഷനാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ടായിരുന്നു പോയപ്പോൾ കാണാൻ. അതുകൊണ്ട് ഒരു വീഡിയോ എടുത്താൽ. പിന്നെ നമ്മൾ ഈ ആംബുലാൻഡ് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പോകുന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്തത് നമുക്ക് ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ പല പല അങ്ങനത്തെ ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ എനിക്ക് ഇന്നലെ കിട്ടിയതാണ്. ഇന്ന് വേറെ 2 ചോക്ലേറ്റോടെ കിട്ടിയിട്ടോ. അങ്ങനെ വി ആർ ബാക്ക് ഹോം. ഇനി നമുക്കുള്ള പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. കാരണം ഞാൻ ഓൾറെഡി രാവിലെ പറഞ്ഞിരുന്നു എനിക്ക് മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെയാണ്. ദാറ്റ്സ് വൈ എന്നെ ഇങ്ങനെ. അതുപോലെ ഇന്നലെ കുളിച്ചു ഉണ്ടാണ്ടോ തല ഇങ്ങനെ ഇരിക്കുന്നത്. സാധാരണ കുളിക്കാത്തപ്പോഴല്ലേ ഇങ്ങനെ തല ഇരിക്കുന്നത്. ഏറ്റവും നേരം മറിച്ചാണ്, കാരണം കുളിച്ച് കഴിഞ്ഞപ്പോൾ. ഓക്കെ, അപ്പം ഞാനങ്ങനെ വീട്ടിലേക്ക് ലാൻഡായിട്ട്. സോ ഇനി എൻ്റെ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഈ കാണുന്ന ആടെ ആഭരണങ്ങളെല്ലാം ഊരിയിട്ട് സാധാ വീട്ടിലോട്ട് ഇടുന്ന ഒരു ഉടുപ്പെടുത്തിടണം. അത് കഴിഞ്ഞ് കുറച്ചൊന്ന് വെട്ടവും വെളിച്ചമൊക്കെ വീട്ടിനകത്തേക്ക് കയറ്റി ഞാൻ വീട്ടിലൊക്കെ ഒന്ന് വിളിക്കട്ടെ. എൻ്റെ ഫുഡൊക്കെ ഒന്ന് വേഗം ആകട്ടെ കേട്ടോ. പിന്നെ കാണിച്ചിടാം. ബൈ. അങ്ങനെ ഉച്ചയ്ക്ക് ഒരു 12 മണി ആയപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ചെറുതായിട്ടൊന്ന് സൂര്യൻ വന്നിട്ടുണ്ട് കേട്ടോ. അതാണിപ്പോൾ നിങ്ങളീ കാണുന്ന വെട്ടം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, കഴിക്കാൻ പോകുന്നുള്ളൂ. 2 എഗ്ഗ് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ചിട്ട് വേണം എനിക്ക് ഇന്നത്തെ എൻ്റെ ദിവസം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ വീഡിയോൻ്റെ അകത്ത് ഞാൻ വേറെ ഒന്നും ഉൾക്കൊള്ളിക്കുന്നില്ല. ഇനി എനിക്ക് കുറച്ചിരുന്ന് പഠിക്കാനുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇനി വഴി കിടക്കുന്നുണ്ട്, ക്ലീൻ ചെയ്യാനുണ്ട്. അതുകൊണ്ട് അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നാൽ എനിക്ക് ഒരു മൂഡ് പോവും. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു എൻ്റെ മൂഡ് സ്വിങ്സിൻ്റെ ടൈമിലാണ് ഞാനിപ്പോൾ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ എൻ്റെ എഗ്ഗൊക്കെ ബോയിൽ ചെയ്ത് കഴിക്കട്ടെ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.